പോളിംഗ് അവസാനിക്കുകയാണ്. 5:59 പിന്നിട്ടിരിക്കുന്നു. പോളിംഗ് ബൂത്തുകളിൽ ഗേറ്റ് അടയ്ക്കാനുള്ള നീക്കത്തിലേക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർ പോവുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാന നിമിഷങ്ങളിൽ, മിനിറ്റുകൾ എന്ന് പോലും പറയാൻ കഴിയില്ല, അവസാനിക്കുകയാണ്. അവസാന സെക്കൻഡുകളിലേക്ക്, കാരണം 1 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നിയമാവലി അനുസരിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഗേറ്റുകൾ അടയ്ക്കും. നേരത്തെ ടോക്കൺ നൽകിയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി വോട്ടിംഗ് പൂർത്തിയാക്കുക എന്ന സമയം അനുവദിക്കപ്പെടുകയുള്ളൂ. പിന്നീട് ആരെയും ഇനി അകത്തേക്ക് കയറ്റില്ല. ഇനി നമ്മൾ അടുത്ത മണിക്കൂറിൽ നമ്മൾ കാത്തിരിക്കുന്നത് ഈ എല്ലാ ബൂത്തുകളിലും 263 പോളിംഗ് സ്റ്റേഷനുകൾ, ആ സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഇലക്ട്രോണിക് മെഷീനുകൾ അത് സീൽ ചെയ്യുക, സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക്, വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്ന ഒരു പ്രക്രിയയാണ് അടുത്ത 1 മണിക്കൂറിൽ നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഈ ആവേശം ഈ വോട്ടിംഗ് ശതമാന കണക്കിലും വ്യക്തമാകുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തെടുത്ത് സൂചിപ്പിക്കേണ്ടത്. പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള ഗേറ്റ് ഉദ്യോഗസ്ഥർ അടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി അതിനുള്ളിലുള്ളവർക്ക് മാത്രം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. RMAUP സ്കൂൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള എൻട്രി നിലവിൽ വിലക്കിയിരിക്കുന്നു. ഇനി അതിനുള്ളിലുള്ളവർക്ക് വോട്ട് ചെയ്ത് പുറത്തേക്ക്. നമ്മൾ ഈ പാലക്കാടും ചിലക്കരയൊക്കെ കണ്ട ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ സമയത്തൊക്കെ തന്നെ നീണ്ട നിരയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ നീണ്ട നിര കാണുന്നില്ല. പക്ഷേ ഓരോ ബൂത്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, എല്ലാ പോളിംഗ് സ്റ്റേഷൻ എടുത്ത് നോക്കിയാലും നല്ല മെച്ചപ്പെട്ട പോളിംഗ് ആണ് കണക്കുകളായി രേഖപ്പെടുത്തപ്പെടുന്നത്. അവസാനത്തെ 1 മണിക്കൂറത്തെ പോളിംഗ് എത്ര എന്നതുകൂടി ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട്. അതിന് ആ കണക്ക് വരുമ്പോൾ നമുക്കറിയാം നിലമ്പൂരിന്റെ വിധി എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. അങ്ങനെ നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതായത് കൃത്യസമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. 6 മണിയോടുകൂടി ഈ ദിവസത്തെ ആ തെരഞ്ഞെടുപ്പിന്റെ ആ മഹനീയമായ നിമിഷങ്ങൾ അവസാനിക്കുകയാണ്. സമ്മതിദാനാവകാശം പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മൾ അതായത് 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമുള്ള 70% ഏറെ, 70.7 അതായത് 2.32 ലക്ഷം ആളുകൾ പോളിംഗ് വോട്ടിന് അർഹരായിരുന്നു, വോട്ടെടുപ്പിന് വിധി നിർണ്ണയിക്കാൻ അർഹരായിരുന്നു. അതിലാണ് ഈ 70.76 എന്ന ഏറ്റവും ഒടുവിലത്തെ 5 മണിക്ക് രേഖപ്പെടുത്തിയ കണക്കാണ്. ഇനി 1 മണിക്കൂർ കൂടി കണക്ക് രേഖപ്പെടുത്തുമ്പോൾ ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു 75% എന്ന് പറയുമ്പോൾ നല്ല ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ ആലസ്യമൊക്കെ വിട്ടുമാറി, അല്ലെങ്കിൽ ആശങ്കയൊക്കെ നമ്മൾ നേരത്തെ തുടക്കത്തിലൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പാണല്ലോ, അങ്ങനെ കാര്യമായ വലിയ പരിഗണന വേണോ എന്നൊക്കെ ചിന്തിച്ചെടുത്താണ് ഈ കണക്ക് വരുന്നത്. അവസാന വോട്ടും രേഖപ്പെടുത്തിയ മെഷീനുകൾ സീൽ ചെയ്ത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്ക് കൂടി പോളിംഗ് ഉദ്യോഗസ്ഥർ കടക്കുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലമ്പൂരിൽ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ വോട്ടിംഗ് മെഷീൻ അവസാനത്തെ വോട്ടും, അതായത് ആ സ്റ്റേഷനിലേക്ക്, പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയ ആളുടെ അവസാന വോട്ടും രേഖപ്പെടുത്തിയതിന് ശേഷം മെഷീൻ സീൽ ചെയ്ത് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തം കൂടി ഉദ്യോഗസ്ഥർക്കുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഓരോ വോട്ടും ഓരോരുത്തരുടെയും അവകാശമാണ്, അതവർ വിനിയോഗിച്ചിരിക്കുന്നു. വളരെ സമാധാനപരമായി. എനിക്കൊന്ന് ചുങ്കത്തറ എന്ന പ്രദേശത്ത് മാത്രമാണെന്ന് തോന്നുന്നു ഒരു കയ്യാങ്കളിയോ LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോയത്. ബാക്കി ഇതുവരെ എന്ന് പറയുമ്പോൾ വോട്ടിംഗ് സമയത്ത് മറ്റൊരു പ്രശ്നങ്ങൾ, പിന്നെ ഈ സാധാരണ സാങ്കേതിക തകരാറ്, ഒരു വോട്ട് എന്തോ വീണു, അത് ഏതെങ്കിലും ഒന്നായി ഒരു വോട്ടിന് ആരെങ്കിലും പരാജയപ്പെടുന്ന ഒരു വോട്ടാണ് ഭൂരിപക്ഷമായി അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെടുന്നതെങ്കിൽ അവിടെ റീപോളിംഗ് ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി. അതല്ലാതെ മറ്റ് സാങ്കേതിക തകരാറുകൾ എങ്ങും സംഭവിച്ചത് സമാധാനപരമായ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. നിലമ്പൂർ വോട്ട് എഴുതി കഴിഞ്ഞിരിക്കുന്നു, നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. 3 മുന്നണികളും സ്വതന്ത്രരായി മത്സരിക്കുന്ന PV അൻവറും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ജനം തങ്ങൾക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ട്. കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ 123 ദിവസം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒടുവിൽ നിലമ്പൂരിന്റെ കാടും മണ്ണും ഇളക്കി മറിച്ചുള്ള പ്രചാരണ മാമാങ്കത്തിനൊടുവിൽ ഇവിടെ വോട്ട് മുഴുവൻ പെട്ടിയിലായിരിക്കുകയാണ്. ഇതിപ്പോൾ രാവിലെ 6 മണി മുതൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ 10ഓളം വിഷയങ്ങൾ, 10ലേറെ വിഷയങ്ങളാണ് ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്പർശിച്ചു പോയത്. സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായി ഉയർന്ന പല വിവാദങ്ങളും അങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിലും വീശിയടിച്ചു. ഇന്ന് രാവിലെ വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഇന്നലെ മാതൃഭൂമി ന്യൂസിനോട് നൽകിയ അഭിമുഖം, MV ഗോവിന്ദൻ്റെതായി നൽകിയ RSS ബാന്ധവം സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഈ ദിവസം ഏറ്റവും കൂടുതൽ അലയടിച്ചത്. അതിനോടനുബന്ധിച്ച് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണം, അതിന് ശേഷം വരുന്ന ഹസ്തദാന വിവാദം ഉൾപ്പെടെ മണ്ഡലത്തിൽ ചർച്ചയായി. പിന്നീട് ശശി തരൂർ ഇടയ്ക്ക് വെച്ച് ഉച്ചയോടുകൂടി നടത്തിയ പ്രതികരണം അത് അനവസരത്തിൽ ഉള്ള ഒരു പ്രതികരണമായി പോയി എന്ന് എല്ലാവരും പറഞ്ഞു. പിന്നീട് ഈ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നുള്ള വിവാദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതും ഈ ദിവസം ചർച്ചയായി. അങ്ങനെ ഈ ദിവസവും, ഈ വോട്ടെടുപ്പിന്റെ ദിവസവും വിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല.
70.76 എന്ന ശതമാന കണക്കാണ് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്നത്. അത് 5 മണി വരെയുള്ളതാണ്. കഴിഞ്ഞ 1 മണിക്കൂർ നീണ്ട പോളിംഗിന്റെ വിശദമായ വിവരങ്ങൾ കൂടി, ഔദ്യോഗികമായ വിവരങ്ങൾ കൂടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. കണക്കുകൾ കൂടി വന്നാൽ നിലമ്പൂർ എങ്ങനെയാണ് വിധി എഴുതിയത്, എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് വിധി എഴുതിയത് എന്നുള്ളത് വ്യക്തമാകും. ഇപ്പോൾ തന്നെ ഈ കണക്ക് തന്നെ സൂചിപ്പിക്കുന്നത് മികച്ച പോളിംഗ് എന്നുള്ളത് തന്നെയാണ്. കാലാവസ്ഥയും രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കൃത്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ നിലമ്പൂരിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് 5 മണി വരെയുള്ള കണക്ക് പോലും വ്യക്തമാക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഈ കണക്കുകൾ പോലും അനുസരിച്ച് എല്ലാ ബൂത്തുകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും തന്നെ 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നതാണ്. 5 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് പ്രകാരമാണ് 70.76 എന്ന പോളിംഗ് ശതമാനം.